ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കഴിഞ്ഞ കോഴിക്കോട് വെച്ച് ഞാൻ ഇതിന്റെ ചെറിയൊരു വിശദീകരണം അവിടുന്ന് തന്നിരുന്നു. ബിസ്മില്ലാഹി എന്ന് പറയുമ്പോൾ അള്ളാഹുവിലേക്ക് ബിസ്മിനെ ചേർക്കുമ്പോൾ ആ ബായിന്റെയും അലിഫിന്റെയും ഇടയിൽ ബായിന്റെയും സീനിന്റെയും ഇടയിൽ അലിഫില്ല എന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു. എന്നാൽ ഇത്ര ബിസ്മി റബ്ബിക്ക എന്ന് പറയുമ്പോൾ ആ ബായിന്റെയും സീനിന്റെയും ഇടയിൽ അലിഫുണ്ട്. 113 അധ്യായങ്ങളുടെ തുടക്കത്തിൽ ബിസ്മില്ല എന്നുള്ളതും 2 അധ്യായങ്ങളുടെ ഇടയിൽ ബിസ്മില്ല എന്ന് പറഞ്ഞപ്പോഴും ബാ എന്ന അക്ഷരത്തിന്റെയും സീൻ എന്ന അക്ഷരത്തിന്റെയും ഇടയിൽ അലിഫ് എന്ന് പറയുന്ന അക്ഷരം അവിടെയില്ല. അതിന്റെ കാരണം എന്തെന്ന് ചെറിയ തോതിൽ ഞാൻ വിശദീകരിക്കുന്നു. എന്നാൽ ഇഖ്റ ബിസ്മി റബ്ബിക എന്ന് പറയുന്നിടത്ത് ആ അലിഫുണ്ട്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖൽ ഇൻസാന മിൻ അലഖ് എന്ന് പറയുന്ന ആ അധ്യായത്തിൽ നിങ്ങൾ ഇഖ്റ ബിസ്മി റബ്ബിക എന്ന് പറയുമ്പോൾ ആ അലിഫ് കണ്ടിട്ടുണ്ടാവും. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അള്ളാഹുവും മനുഷ്യരും തമ്മിൽ തടസ്സങ്ങളില്ല. നമ്മെ പിശാച് തടഞ്ഞുകൊണ്ടിരിക്കുന്നത് റബ്ബിൽ നിന്നാണ്, അള്ളാഹുവിൽ നിന്ന് തടയുന്നില്ല. അതാണ് ഈ അലിഫ് മാനിയ എന്നാണ് അതിന് ഞങ്ങൾ പറയാം. തടസ്സത്തിന്റെ അലിഫ് എന്നാ പറയും. അലിഫും മാനിയ, വാവും ളുഹൂറ്, യാഉൻ ഇസ്തിമറാർ. ഈ അലിഫ് വാവ് യാ ഈ 3 അക്ഷരങ്ങൾക്ക് ലിസാനുൽ അറബിലെ വിശദീകരണം അതാണ്. ഒരു കാര്യം രംഗത്തേക്ക് വരാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ വാവും, ആ ക്രിയ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ അതിന് യാവുമാണ് ഉപയോഗിക്കുക. ആ പ്രവർത്തനത്തെ തടസ്സം സൃഷ്ടിക്കുകയാണെങ്കിൽ അതിന് അലിഫിട്ടിട്ടാണ് ലിസാനുൽ അറബിൽ എഴുതുക. അതിന് കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് ഞാൻ എന്റെ എഫ്പിയിലൊരു അൽഹമഹ ഫുജൂറഹ വതഖ്വാഹ എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഇട്ടിരുന്നു. ഫുജൂർ എന്ന് പറഞ്ഞാൽ അള്ളാഹു മനുഷ്യന് ചമ്മാടിത്തം ഇൽഹാമ് കൊടുത്തു എന്നാണ് ഇപ്പൊ പറയുന്ന അർത്ഥം. തഖ്വ എന്ന് പറഞ്ഞാൽ ഭക്തിയും. അള്ളാഹു അങ്ങനെ മനുഷ്യന് ഫുജൂർ തോന്നിപ്പിക്കുകയില്ല. അത് അള്ളാഹുവിൽ നിന്നുണ്ടാവുകയില്ല. ഇവരിപ്പോ പറയുന്ന അർത്ഥം ഫുജൂർ എന്ന് പറഞ്ഞാൽ ചെമ്മാടിത്തം എന്നാണ്, മനസ്സിന്റെ ദുഷ്ടചിന്ത. അത് അള്ളാഹു ഇൽഹാമ് കൊടുത്തിരിക്കുന്നു, തഖ്വയും കൊടുത്തിരിക്കുന്നു എന്നാണ് പറയാറുള്ളത്. പക്ഷേ ഫുജൂർ എന്ന് പറഞ്ഞാൽ അതല്ല അവിടെ അർത്ഥം. ഫുജൂർ എന്ന് പറഞ്ഞാൽ അറിവിന്റെ ചിന്തയുടെ ഉദയമാണ്. അതാണ് ഫജറ എന്ന് പറഞ്ഞാൽ. അതാണ് സൂര്യൻ ഇരുട്ടിൽ നിന്ന് സൂര്യൻ രംഗത്തേക്ക് വരുമ്പോൾ അതാണ് ഫജർ. എന്നതുപോലെ അജ്ഞതയിൽ നിന്ന് അറിവിനെയും ചിന്തയെയും പുറത്തേക്ക് കൊണ്ടുവരാനുള്ള കഴിവും മനുഷ്യൻ അല്ലാഹു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ജ്ഞാനങ്ങൾ ശേഖരിക്കാനുള്ള കഴിവും അല്ലാഹു കൊടുത്തിട്ടുണ്ട് എന്നാണ് ഇതിന്റെ അർത്ഥം. അല്ലാതെ മനസ്സിന് തെമ്മാടിത്തം തോന്നിപ്പിച്ചിരിക്കുന്നു എന്നല്ല. അതാണ് ഫുജൂർ എന്ന് പറഞ്ഞാൽ. അതാണ് ഫജറുൽ ഇസ്ലാം, അതാണ് ഫജറുൽ ഖുർആൻ. സൂറത്ത് ഇസ്രായേൽ പറഞ്ഞില്ലേ, അപ്പൊ ഖുർആനിൽ ഫജ്രി എന്ന് പറയുന്നത് അതാണ്. അപ്പൊ ഫാജിർ എന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് അർത്ഥം മാറിയത്? അവിടെയാണ് ഈ അലിഫിന്റെ പ്രശ്നം വരുന്നതെന്നാണ് ഞാൻ പറയുന്നത്. മനുഷ്യനെ ഈ അറിവിൽ നിന്ന് തടസ്സം നിൽക്കുന്ന അലിഫാണ്. അതുകൊണ്ടാണ് ഫാജിറിന് തെറ്റായ അർത്ഥം വരാനുള്ള കാരണം. മനസ്സിലായോ? ഫജറ എന്നുള്ളത് ഫാജിറായപ്പോൾ എന്തുകൊണ്ട് അത് അർത്ഥം വിപരീത അർത്ഥം വന്നു എന്ന് പറഞ്ഞാൽ ഇവന്റെ അറിവിന്റെയും ചിന്തയുടെയും ഉദയത്തെ പുറത്തേക്ക് വരലിനെ തടസ്സം നിൽക്കുന്ന ഒരു അലിഫ് അവിടെ ഉള്ളത് കൊണ്ടാണ് അവൻ ഫാജിറായി മാറിയത്. ഇങ്ങനെ ഖുർആനിൽ ഉടനീളം ഇത്തരം പ്രയോഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അത് ഞാൻ ഒരിക്കൽ ഇവിടെ തന്നെ തിരൂരന്നെ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യന് ഹവ എന്നുള്ളതിൽ അലിഫ് പോയി മനുഷ്യനിൽ ഹുവ വരണം, അള്ളാഹു വരണം
അതാണ് ചെയ്യേണ്ടത്. മനസ്സിലായോ? ഹവ എന്ന് പറയുമ്പോൾ ഒരു അലിഫുണ്ട്. അഫറഅയ്ത മനിത്തഖദ ഹവാഹു ഇലാഹു, തന്റെ ഹവയെ ഇലാഹാക്കിയവനുണ്ട്. സ്വന്തം ഇച്ഛകളെ, താല്പര്യങ്ങളെ, ശരീരത്തിന്റെ താല്പര്യങ്ങളെയാണ് അവൻ തന്റെ ഇലാഹാക്കി മാറ്റിയിരിക്കുന്നത്. ആ ഹവ പോയി ഹുവ വരണം. ഹുവ എന്ന് പറഞ്ഞാൽ അള്ളാഹു വരണം നമ്മുടെ മനസ്സിൽ. എന്ന് പറഞ്ഞാൽ ഹുവ വന്നു കഴിഞ്ഞാൽ പിന്നീട് അവന് മരണമില്ല. കാരണം അള്ളാഹ്ക്ക് മരണമില്ല. മനസ്സിലായോ? അതാണ് ഒരാൾക്ക് ഒരു മരണമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അവനിലെ ഹവ പോയി കഴിഞ്ഞ് അവനിൽ അള്ളാഹുവിന്റെ നെഫ്സ് വന്നു കഴിഞ്ഞാൽ പിന്നീട് ആ നെഫ്സിന് മരണമില്ല, ആ റൂഹിന് മരണമില്ല പിന്നെ. കാരണം അള്ളാഹു മരിക്കുകയില്ല. ഇതാണ് ആ പറഞ്ഞതിന്റെ പൊരുൾ, സത്യം ഇതാണ്. അതാണ് ബിസ്മില്ല എന്ന് പറയുമ്പോൾ അള്ളാഹുവുമായി നമ്മൾ ചേരുമ്പോൾ തടസ്സം ആരുമില്ല. അവിടെ പിശാചിന് തടസ്സം നിൽക്കാൻ കഴിയുന്നില്ല. നേരെ മറിച്ച് റബ്ബിനോട് തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് ആ പിശാച്. അതുകൊണ്ടാണ് അസാ ആദമു റബ്ബഹു എന്ന് പറഞ്ഞത്. ആദമ് റബ്ബിനാണ് ധിക്കരിച്ചത്, അള്ളാഹ്ക്കല്ല. അസാ ആദമു റബ്ബഹു, ആദമ് തന്റെ റബ്ബിനെയാണ് നിഷേധിച്ചതും ധിക്കരിച്ചതും. അത് ഞാൻ അവിടെ സൂചിപ്പിച്ചു. വലില്ലാഹി യസ്ജുദു മൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർളി, ആകാശഭൂമികളിലുള്ള സർവ്വ വസ്തുക്കളും അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നുണ്ട്. ഇബ്ലീസ് അതിന് ഒഴിവല്ല. എല്ലാ വസ്തുക്കളും അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യുന്നുണ്ട്. പക്ഷേ റബ്ബിനാണ് സുജൂദ് ചെയ്യാതിരിക്കുന്നതും ധിക്കരിക്കാതിരിക്കുന്നതും അനുസരണക്കേട് കാണിക്കുന്നതും റബ്ബിനാണ്. അത് ഞാൻ ഈ തുടർന്ന് വിശദീകരിക്കാം എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതൊന്നുകൂടി വ്യക്തമാവും. അള്ളാഹുവും റബ്ബും തമ്മിൽ എന്താണെന്ന്. ബ എന്നുള്ള അക്ഷരം ഇരുട്ടിന്റെ അക്ഷരമാണ്. ബ എന്ന അക്ഷരം ഇരുട്ടിന്റെ അക്ഷരമാണ്. ഖുർആനിൽ 14 അക്ഷരങ്ങൾ വെളിച്ചത്തിന്റെ അക്ഷരങ്ങളും 14 അക്ഷരങ്ങൾ ഇരുട്ടിന്റെ അക്ഷരങ്ങളുമാണ്. 29 അധ്യായങ്ങളുടെ തുടക്കത്തിൽ 14 അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അത് വെളിച്ചത്തിന്റെ നൂറിന്റെ ഹുറൂഫുകളാണ്, വെളിച്ചത്തിന്റെ അക്ഷരങ്ങളാണ്. അതെന്തുകൊണ്ട് വെളിച്ചത്തിന്റെ അക്ഷരമായി എന്ന് ചോദിച്ചാൽ ആ അക്ഷരങ്ങൾക്ക് ശേഷം വേദത്തെക്കുറിച്ച്, കിതാബിനെ കുറിച്ച്, ദൈവവചനങ്ങളെക്കുറിച്ചാണ് പറയുന്നതൊക്കെയും. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾ പോയി നോക്കിയാൽ മതി. യാസീൻ വൽ ഖുർആനിൽ ഹക്കീം, ഹാം മീം തൻസീലുൽ കിതാബ്, അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ്. അപ്പൊ ഇതൊക്കെ നൂറിന്റെ വെളിച്ചത്തിന്റെ അക്ഷരങ്ങളാണ്. ബാക്കിയുള്ള 14 അക്ഷരങ്ങൾ ഇരുട്ടിന്റെ അക്ഷരങ്ങളാണ്. ഇരുട്ടാണ്, ളുൽമത്ത്, ഇരുട്ടിന്റെ അക്ഷരങ്ങളാണ്. അത് ഇരുട്ടിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ബ എന്ന അക്ഷരം ഇരുട്ടിനെ സൂചിപ്പിക്കുന്ന അക്ഷരമാണ്. അതിനെ ലിസാനുൽ അറബിൽ വിശദീകരിച്ചത് അറിവിന്റെ സെന്ററാണത്, അറിവിന്റെ ഭൂമികയിലെ മധ്യമാണത്. മനുഷ്യന്റെ അറിവിന്റെ ഭൂമികയിലെ മധ്യഭാഗമാണത്. ആ മധ്യഭാഗത്ത് ആ ഇരുട്ടിൽ അറിവിന്റെ വിത്ത് അടിയിലാണ് കിടക്കുന്നത്, ബായിന്റെ അടിയിലാണ് കുത്ത്. അതിലൊക്കെ ഖുർആൻ ലിസാനുൽ അറബിൽ വിശദീകരിക്കുമ്പോഴാണ് ഈ ഖുർആനിന്റെ ആഴം മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ആ ബായിൽ നിന്ന് നൂനിലേക്കുള്ള യാത്രയാണ് മനുഷ്യൻ. നൂന് ആകുമ്പോഴത്തേക്ക് ആ വെളിച്ചം പുറത്തേക്ക് വന്നു. ബാവും നൂനും കൂടാതെ ഒരു മനുഷ്യൻ പൂർണ്ണമാവുകയില്ല. ബാവും ചേരണം, നൂനും ചേരണം. ഇത് രണ്ടും ചേർന്നെങ്കിലേ മനുഷ്യൻ ഒരു സമ്പൂർണ്ണ മനുഷ്യനാവുകയുള്ളൂ. അല്ലെങ്കിൽ അവൻ അപൂർണനാണ്. എന്ന് പറഞ്ഞാൽ അവനിൽ ഇരുട്ടും വേണം, വെളിച്ചവും വേണം. പക്ഷേ ആ ഇരുട്ട് അവനിൽ ഒളിഞ്ഞു കിടക്കുകയും
അവനിലെ വെളിച്ചം പുറത്തേക്ക് വരികയും വേണം. ഇത് രണ്ടുമില്ലാതെ മനുഷ്യൻ അപൂർണ മനുഷ്യനാണ്. ഒന്ന് മാത്രം കൊണ്ടൊന്ന് പൂർണ്ണമാവുകയില്ല. അവനിൽ പ്രവർത്തനക്ഷമത ഉണ്ടാവുകയില്ല. അത് നിങ്ങൾ ഒഴിഞ്ഞിരുന്ന് ചിന്തിച്ചാൽ മതി. രണ്ടുമില്ലാതെ ഒരു മനുഷ്യൻ പ്രവർത്തന രംഗത്തേക്ക് വരാൻ കഴിയില്ല. അവന് ഇരുട്ടും അവനിൽ വേണം, വെളിച്ചവും അവനിൽ വേണം. പക്ഷേ ആ ഇരുട്ട് നിഷ്ക്രിയമായി നിൽക്കുകയും വെളിച്ചം സാക്രിയമാവുകയും ചെയ്യണം. അത് പ്രവർത്തനക്ഷമമാവുകയും ഇരുട്ട് പ്രവർത്തനരഹിതമാവുകയും വേണം. എങ്കിലേ ഒരു മനുഷ്യൻ ഇൻസാനിൽ കാമിൽ സമ്പൂർണ്ണ മനുഷ്യനാവുകയുള്ളൂ. അതാണ് ബായിൽ നിന്ന് സീനിലേക്കാണ് മനുഷ്യന്റെ യാത്ര. ഇരുട്ടിൽ നിന്ന് സീന് വെളിച്ചത്തിന്റെ അക്ഷരമാണ്. സീൻ അല്ലെ, സീന് വെളിച്ചത്തിന്റെ അക്ഷരമാണ്. സീന് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന അറിവിന്റെ രഹസ്യം, സിറാണത് സൂചിപ്പിക്കുന്നത്. അതാണ് സീനിന്റെ ഉദ്ദേശം. ഇതൊന്നും അധികം പറയണമെന്ന് അറിയില്ല. ഇത് വിഷയമാണെങ്കിൽ കുറച്ച് ടഫ് വിഷയമാണ്. സീന് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള സെൻസ് നിധിയാണത്, അറിവിന്റെ നിധിയാണത്. കണ്ടു